ഗൈസ്, നമ്മുടെ മറ്റൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ വിഷു ആയിട്ട് നമ്മളിന്ന് കുറച്ച് ഈവനിങ് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. ഞങ്ങൾ ആക്ച്വലി ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ ഒരേ കളർ പാറ്റേൺ എല്ലാം ഒരേപോലത്തെ എടുക്കാനാണ് കേട്ടോ പോയത്. പക്ഷെ കുക്കിരിക്ക് 6 മാസം ആയുള്ളൂ, അല്ല 6.5 മാസം ആയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അവൻ്റെ സൈസിന് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ലാസ്റ്റ് പിന്നെ കിട്ടിയതും കൊണ്ടാണ് കേട്ടോ നമ്മൾ വന്നത്. പിന്നെ നമ്മൾ NRA കയറി കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം കൂടെ എടുത്തിട്ടോ. ആക്ച്വലി അവിടെ നല്ല നല്ല വലിയ വിഗ്രഹങ്ങളൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ മുടിഞ്ഞ റേറ്റാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കരുതി ഈ വട്ടം നമുക്ക് കുഞ്ഞി കൃഷ്ണനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത വർഷം നമുക്ക് കുറച്ച് വലിയ കൃഷ്ണനെ വാങ്ങിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മളൊരു കുഞ്ഞി കൃഷ്ണനെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മുടെ കുട്ടി കൃഷ്ണനെ ഒരുക്കാൻ നമ്മൾ മറന്നില്ല കേട്ടോ. ഈ വീഡിയോ തലേന്ന് എടുത്തതാണേ. നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ തലേന്ന് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവരെ കൊണ്ടൊക്കെ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ ഇവനെ കൊണ്ട് പഴയ പോലൊന്നും അല്ല. പണ്ടൊക്കെ കിടത്തിയിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം. പക്ഷെ ഇപ്പോൾ ഓരോന്നൊക്കെ എടിപ്പിച്ച് ഒരുക്കി വരുമ്പോഴത്തേക്കിനുണ്ടല്ലോ നമ്മൾ നല്ല ടയേർഡാവും ഗൈസ്. പിന്നെ നമ്മൾ ഈ ഒരു വെണ്ണയുടെ കലമൊക്കെ നല്ല ഡിസൈനിലൊക്കെ ഫിനിഷ് ചെയ്തെടുത്തതാണ്. പക്ഷെ പകുതിയൊക്കെ എത്തിയപ്പോൾ അവനെല്ലാം മായ്ച്ചു കളഞ്ഞു. പിന്നെ അവനങ്ങ് ദേഷ്യം വരണം കേട്ടോ. ആ ആക്സസറീസും ഡ്രസ്സും നല്ല ചൂടും കൂടെ അല്ലേ ഇപ്പോഴത്തെ ക്ലൈമറ്റിനാണ്, നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിന്നെ മാമന്റെ ആറ്റിറ്റ്യൂഡും കൂടെ ഇട്ട് ഇരിക്കുന്നുണ്ട്. കുഞ്ഞാവ് ഒട്ടും ചിരിച്ചില്ല കേട്ടോ. നിങ്ങൾ വിഷുവിന്റെ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അവനത്തെ ചിരിച്ച ഫോട്ടോസേ ഇല്ലായിരുന്നു. നല്ല പാടുപെട്ടു കേട്ടോ. എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാനിപ്പോൾ എഴുതിയിട്ടേ ഉള്ളൂ, ഒട്ടും ഉറങ്ങിയിട്ടില്ല. കാരണം ഓൾറെഡി ഇപ്പം രാത്രി അധികം ഉറക്കമൊന്നും ഇല്ല എനിക്ക്. ഉറക്കമൊക്കെ എത്ര ലക്ഷറിയാന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ രാവിലെ ഇട്ട് കണിയൊക്കെ ഒരുക്കണമെന്ന് വിചാരിച്ച ഗൈസ്, നടന്നില്ല. എൻ്റെ കണ്ണും മുഖമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇറുങ്ങിയിരിക്കുകയാണ്. ഞാൻ പോയി കുളിച്ച് കണി കാണാം. ഓക്കെ, നല്ല ക്ഷീണമുണ്ട്. അവനിപ്പോൾ തീരെ നൈറ്റ് ഉറക്കമില്ല. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഓരോ വട്ടം വളരും തോറും പിള്ളേർക്ക് ഉറക്കം ഉറക്കത്തിൻ്റെ ആ ഒരു ദൈർഘ്യം കൂടും, ഇവർ എണീക്കുന്നതിൻ്റെ ദൈർഘ്യം കുറയും എന്നൊക്കെ പറയുന്നത് ചുമ്മാ. അതൊക്കെ ഇവൻ ചുമ്മാ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ദൈർഘ്യം ഇവൻ്റെ ഉറക്കത്തിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പിച്ചും ബേക്കും പറയുന്നു. എന്തുവാണ് മുണ്ട കൊടുത്തു തരാം. ഞാനാദ്യം ഒന്ന് കുളിക്കട്ടെ ഗൈസ്. അപ്പം നമുക്ക് അമ്പലത്തിൽ പോകണം. അപ്പം നമുക്ക് കണി കണ്ടിട്ട് വരാം. ഓക്കെ, എനിക്ക് വ്യൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉദിച്ച് വരുന്ന വെയില്, മഞ്ഞ്, അടിപൊളി നല്ല സമാധാനമായിട്ടുള്ളൊരു കണി കാണലായിരുന്നു കേട്ടോ ഈ വർഷം. ഇതൊക്കെ എന്ത് തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. അങ്ങനെ നമ്മൾ ഫൈനലി അമ്പലത്തിലെത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് കുഞ്ഞാവ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അമ്പലത്തിൽ വന്നപ്പോഴാണ് കുഞ്ഞാവ എണീറ്റത്. പിന്നെ വരുന്ന വഴിക്ക് എൻ്റെ ക്ലിപ്പ് എവിടെയോ മിസ്സായിപ്പോയി ഗൈസ്. മുടിയെല്ലാം അലന്ന്. ഓക്കെ, കുഞ്ഞാവ എണീറ്റിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അമ്പലത്തിൽ കയറാം. ഈ ഉടുപ്പ് ആക്ച്വലി ഇന്നലെ നമ്മൾ പോയി എടുത്തതാണ് കേട്ടോ. എനിക്ക് കടയിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ലായിരുന്നു. പക്ഷെ ഇവൻ ഇട്ട് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ട്. മാത്രമല്ല നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിയപ്പോൾ നമുക്ക് അവിടുന്ന് കൈനീട്ടവും കിട്ടി. ഒരു കുഞ്ഞു ഉണ്ണിയപ്പം എല്ലാവർക്കും കിട്ടി കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ണിയപ്പം കഴിച്ചപ്പോഴത്തേക്കും അവൻ നോക്കുകയാണ് അവനൊന്നും ഇല്ലേന്ന്. എന്തൊക്കെയായി? എല്ലാം ആയിട്ടുണ്ട്. ചോറ്, സദ്യ, ചോറ് എല്ലാം ചോറും കറികളും എല്ലാം ആയിട്ടുണ്ട്. ഈ പായസം കൂടെ റെഡിയായാൽ പായസം ഇവിടെ റെഡി. പാലടയാണല്ലേ അമ്മ? ഞങ്ങള് അമ്പലത്തിൽ പോയിട്ട് വന്ന സമയം കൊണ്ട്
ഇവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം ഇവരാരും കൊണ്ടുപോയില്ല. അയ്യോ, നമ്മൾ കുക്കിലുള്ള വിഷുക്കോടിയുടെ കറക്റ്റ് ഡ്രസ്സ് ഇട്ടോ. ഇതാണ് കേട്ടോ ഡ്രസ്സ്. ആ ഉടുപ്പും അതിന്റെ ഒരു ഷോർട്സും ഉണ്ട്. നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ ഷോർട്സ് മേലെ മുണ്ടാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെ ഫൈനലി നമ്മുടെ വിഷുവിന്റെ മെയിൻ സംഭവം എത്തിയിട്ടുണ്ട്, സദ്യ. അതെ, ഇന്ന് രണ്ടുപേരാണ് നമ്മുടെ മുഖ്യ അതിഥികൾ എന്ന് വേണമെങ്കിൽ പറയാം, ചേട്ടനും അനിയനും. അനിയന്റെ ഫസ്റ്റ് വിഷുവാണ്. പക്ഷെ ഇവിടെ അനിയൻ വിഷുവിടെ സദ്യ വിളമ്പിയപ്പോൾ നല്ല ഉറക്കായി. ഇനിയിപ്പോൾ സദ്യ എണീറ്റിട്ടങ്ങനെ കൊടുക്കാം. അങ്ങനെ സദ്യ എന്ന് നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റത്തില്ല. പരിപ്പ്, പപ്പടം, പായസം, അച്ചാറ്, അവിയല്, തോരൻ, പിന്നെന്തുവാ കിച്ചടി, ഇത്ര ഉള്ളായിരുന്നു കേട്ടോ. വിമാനമുള്ളതുകൊണ്ട് എരിയൊക്കെ കുറച്ചാണ് വെച്ചത്, കുക്കരിക്കൊക്കെ കൊടുക്കും. പിന്നെ നിങ്ങൾ കണ്ട് ഈ കിണ്ണത്തിൽ കാണുന്നത് ഇന്നലത്തെ നമ്മുടെ കിളിമീൻ്റെ മീൻകറിയാണ്. എനിക്ക് സദ്യ തീരെ ഇഷ്ടമല്ല. എനിക്ക് സദ്യ കഴിക്കണമെങ്കിൽ എനിക്ക് നോൺ വെജ് എവിടെയെങ്കിലും ഇങ്ങനെ പറ്റിയിരിക്കണം ഇലയിൽ, എന്നാലേ എനിക്ക് അങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ ഗൈസ്. നമ്മുടെ 2026 വിഷു വന്ന് ദാ പോയി. നമ്മളിവിടെ മാങ്ങ തിന്നോളൂ ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വിഷു? ഈ വിഷു സൂപ്പറായിരുന്നു. എന്തോ നമ്മുടെ പുതിയ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ വിഷു. പിന്നെ നമ്മുടെ കുക്കിരിക്കുഞ്ഞ് വന്നിട്ടുള്ള ആദ്യത്തെ വിഷു. എന്നിട്ട് എൻ്റെ കുഞ്ഞിന് നിങ്ങൾ സദ്യ കൊടുത്തു. നിന്റെ കുഞ്ഞ് അവിടെ കിടന്ന് ഈ പൂത്ത ഉറക്കം ഉറങ്ങുന്നതിന് ഞാൻ എന്ത് ചെയ്യും? അതെ, എൻ്റെ കുഞ്ഞാവ് അവിടെ സദ്യ വിളമ്പി വെച്ചപ്പോ അവൻ ദാ കിടന്ന് ഉറങ്ങുന്നു. എങ്ങും ഇല്ലാത്ത ഒരുറക്കം ഇന്ന്. അല്ലെ അവനെ അടിച്ചുറക്കണം. അപ്പം അമ്മ പറഞ്ഞതുപോലെ കറക്റ്റ് നമ്മൾ ഈ ഒരു 1-2 വർഷമായിട്ടാണ് കറക്റ്റ് ആഘോഷങ്ങൾ ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്, അല്ലേ അമ്മ? ഒരു ഓണമാണെങ്കിൽ പോലും ഒരു ഓണക്കോടിയൊക്കെ നമുക്ക് സ്വപ്നമായിരുന്നു, ഭയങ്കര ലക്ഷറി ആയിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ഓണം വന്ന ഓണക്കോടി, വിഷു വന്ന പിള്ളേർക്ക്, വലിയവർക്ക് കോടിയൊന്നും എടുക്കത്തില്ല, എന്നാലും പിള്ളേർക്ക് കോടി, വിഷു കൈനീട്ടം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ വലിയ ആർഭാടമൊന്നുമില്ല. ആർഭാടമുണ്ട്. ഇതും വലിയ ആർഭാടമൊന്നും. അതെങ്ങനെ നിങ്ങൾക്ക് ആർഭാടമില്ലെന്ന് പറയാൻ പറ്റുന്നത്? ഒരു 2002 സമയം ഒന്ന് ആലോചിച്ചു. ആ വർഷത്തെ വിഷു ആണോ ഈ വർഷം? 2002. എനിക്ക് എത്ര വയസ്സെന്ന് പറയുമ്പോൾ എനിക്ക് 5 വയസ്സ് കാണും. ആ വർഷത്തെ വിഷു ആണോ ഇപ്പം? അല്ല. അതിനകത്ത് ഒത്തിരി മാറ്റമില്ലേ? അന്നത്തെ വിഷു ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഇത്രയും പാവപ്പെട്ട ഒരാളായിരുന്നു എൻ്റെ അമ്മ. പാവപ്പെട്ടല്ല, ബുദ്ധിയില്ലാത്ത ഒരാളായിരുന്നു. അപ്പം ആ സമയത്ത് എല്ലാവരും വിഷു ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും. അതെ, ഓണം ആഘോഷിക്കുമ്പോഴും ഞങ്ങൾ നോക്കി നിൽക്കും. എല്ലാവരും ഡ്രസ്സ് എടുക്കുമ്പോഴും ഞങ്ങൾ നോക്കി നിൽക്കും. ഓരോ പിള്ളേർക്ക് വളയൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഇന്ന് കരഞ്ഞിട്ടുണ്ട്. അതെ, എൻ്റെ കുഞ്ഞിനൊരു വള, ഒരു 10 രൂപ കൊടുത്ത് വള വാങ്ങിക്കാനില്ലല്ലോ എന്നും പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർ 1-ാം ഓണം തൊട്ട് 4-ാം ഓണം വരെ മക്കൾക്ക് 4 ദിവസത്തേക്ക് 4 ജോഡി ഡ്രസ്സ് എടുക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തിരുവോണത്തിൻ്റെ അന്ന് ഇടാൻ പോലും ഡ്രസ്സ് എടുക്കാൻ എൻ്റെ അടുത്തില്ല. അതോർത്ത് ഞാൻ കഴിഞ്ഞിട്ടുള്ള ദിവസമുള്ളൂ. അത്രയൊന്നുമില്ല. പഴയ നമ്മളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ആർഭാടമുള്ള വിഷുവാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ആർഭാടമുള്ള ഓണമായിരുന്നു, ക്രിസ്മസൊക്കെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ആഘോഷിച്ചിട്ട് പോലും. നമ്മൾ ഹിന്ദുക്കൾ പൊതുവെ ആഘോഷിക്കാറില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ ജോലിക്കൊക്കെ പോയതിന് ശേഷം ഓണമൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ആഘോഷിച്ച് വന്നപ്പോഴേ പോലും ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചിട്ടില്ല. പക്ഷെ അങ്ങനല്ല, ഇപ്പം നമ്മൾ ഓരോ വർഷവും നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അടിച്ചു പൊളിക്കുവാണ്. പക്ഷെ അപ്പുക്കുട്ടൻ മാത്രമേ ഇല്ലായിരുന്നു ഈ വിഷുവിൽ. പിന്നെ നമ്മുടെ വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തൊരു വ്ലോഗിൽ കാണുന്ന നമ്പരെ